ഒരു നിക്ഷേപമായിട്ട് ഗോൾഡിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്? ഒരു നിക്ഷേപമായിട്ട്, അതായത് നിങ്ങളുടെ ഓവറോൾ ഇൻവെസ്റ്റ്മെന്റ്സ് പോർട്ട്ഫോളിയോയിൽ സ്വർണം 10-15% കൂടുതൽ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ട്? ഗോൾഡിന് നമുക്ക് ചില വർഷങ്ങളിൽ, കഴിഞ്ഞ 3 വർഷങ്ങളിലുള്ള കിട്ടിയതുപോലെ ചില സമയങ്ങളിൽ മാത്രം 3 വർഷം അടുപ്പിച്ച് ഒരു 80-90% വർദ്ധിച്ചേക്കാം. പക്ഷേ ഇത് വല്ലപ്പോഴും മാത്രമേ നടക്കത്തുള്ളൂ. സോ അത് എപ്പോഴാന്നുള്ളത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അത് അറിയുന്നില്ല. സോ ഒരു ലോങ് ടേം ബേസിസിൽ 5-7 വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 45 വയസ്സ് അല്ലെങ്കിൽ 50 വയസ്സ് വരെ ഉള്ളവര് ഈ 15% കൂടുതൽ സ്വർണ്ണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു നല്ല ശതമാനം, ഒരു 40-50% വരെ ഇക്വിറ്റി ഓറിയന്റഡ് മ്യൂച്വൽ ഫണ്ട് സ്കീംസിലോ ഡയറക്റ്റ് ആയിട്ട് സ്റ്റോക്സിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ല റിട്ടേൺസ് കിട്ടാനുള്ള ഒരു മാർഗം. സോ ഇത് പറയാൻ കഴിഞ്ഞ 40 വർഷത്തെ ഡേറ്റ ഉണ്ട്. കഴിഞ്ഞ 40 വർഷത്തിന് മുമ്പ് സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു 37 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. ഇതേ സമയത്ത് ഇക്വിറ്റീസിൽ, സ്റ്റോക്സിലോ കൊള്ളാമെന്ന് ഒരു ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, മ്യൂച്വൽ ഫണ്ട് സ്കീംസ്, ഇക്വിറ്റി സ്കീംസ് കൂടുതലില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു സ്റ്റോക്സിനെ തന്നെ എടുക്കാം. ഈ സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തതെങ്കിൽ 40 കൊല്ലത്തിന് മുമ്പ് അത് ഏതാണ്ട് 270 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ്, ബാക്കിയുള്ള എമൗണ്ട് ഡെറ്റ്, അതായത് ബോൺസിലോ ഒരു ചെറിയ ശതമാനം FDസിലോ ഡെറ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീംസിലോ കുറച്ച് ഹൈബ്രിഡ് സ്കീംസിലോ കൺസർവേറ്റീവ് ഹൈബ്രിഡ് സ്കീംസിലോ ഇൻവെസ്റ്റ് ചെയ്യാം. സോ ഈ സ്വർണവും ഡെറ്റും, അതായത് ബോൺസ് ഉൾപ്പെടെയുള്ള സെക്യൂരിറ്റീസും ചേർന്ന് കുറച്ച് സ്റ്റെബിലിറ്റിയും, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സ് അല്ലെങ്കിൽ സ്റ്റോക്സ് ഗ്രോത്തും നൽകും. സോ ഇങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫൈഡ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റിയും ഉണ്ട്, റിസ്ക്കും കുറഞ്ഞു കിട്ടും, റിട്ടേൺസിന്റെ സാധ്യതയും ഉണ്ട്. സോ ഇത് ചെയ്യാതെ ഗോൾഡിൽ തന്നെ മൊത്തം കാശും ചെന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സ്റ്റോക്സിലാണെങ്കിൽ 40 വർഷത്തിന് മുമ്പ് ഇൻവെസ്റ്റ് ചെയ്തത് 270 ഇരട്ടിയാണെന്ന് ഓർക്കണം. സ്വർണ്ണത്തിൽ ഇത് വെറും 37 ഇരട്ടി മാത്രമാണ്. സോ ഈ അമൗണ്ട്, അതായത് ഈ പാസ്റ്റ് ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ തന്നെ ഗോൾഡിന്റെ റിസ്ക്കും ചെറുതൊന്നുമല്ല. ഗോൾഡ് പല വർഷങ്ങളിലും നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്, ഈക്വിറ്റിയേക്കാളും കൂടുതൽ നെഗറ്റീവ് റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട് സാഹചര്യങ്ങളും ഉണ്ട്. സോ ഇത് കാരണം ലോങ് ടേമിൽ വെൽത്ത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു അസറ്റ് അലൊക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സ്റ്റെബിലിറ്റിയും അത്യാവശ്യം നല്ല റിട്ടേണും കിട്ടത്തുള്ളൂ.